ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ലോഗ്. അപ്പം നമ്മളെല്ലാവരും ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നടക്കണമെന്നല്ല ആഗ്രഹം. പക്ഷെ ഓർക്കണം, ഓരോ വെല്ലുവിളിയും നമ്മെ കൂടുതൽ ശക്തരാക്കാനുള്ള അവസരമാണ്. പോസിറ്റീവ് ആകാൻ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക തന്നെ. എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പലരും പലതും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ വിഷമമായിരിക്കും. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ സ്വയം ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് എൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കണമെന്ന്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കൂടിയതിൻ്റെ ശേഷമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചത്. പക്ഷെ ഞാൻ എപ്പോഴും വീണ്ടും ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ വീണ്ടും എൻ്റെ ആ ഒരു നെഗറ്റീവ് തിങ്കിങ് ഒക്കെ ഇങ്ങനെ വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് ട്ടോ. അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, എൻ്റെ സ്വഭാവം ശരിയാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കാറുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് പീപ്പിൾസിനെ മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും അവോയ്ഡ് ചെയ്യുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ള വൈബിൽ നിൽക്കുക, പോസിറ്റീവായിട്ടുള്ള പാട്ടുകൾ കേൾക്കുക. നമുക്ക് എന്താണ് പോസിറ്റിവിറ്റി തരുന്നത് ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ്ട് ഒരു മൗനം പാലിക്കുക, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി അത് അവിടെ അവസാനിക്കുന്നതാണ്. അപ്പൊ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരില്ല. അപ്പൊ നമ്മളുടെ കൺട്രോൾ നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.